നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 3 ലക്ഷം കോടി മുടക്കി ഭീമൻ റഡാർ സംവിധാനമായ വൊറോണിഷ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കം. ഇന്ത്യ നടത്തിയത് ഇത് ശ്രദ്ധേയമായിരുന്നു. റഷ്യൻ കമ്പനിയായ അൽമാസ് അറ്റോയി കോർപ്പറേഷൻ വികസിപ്പിച്ച റഡാർ സംവിധാനമാണ് വൊറോണിഷ്. 8000 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തെയും തിരിച്ചറിയാൻ ഈ സംവിധാനത്തിന് സാധിക്കും. ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ഭൂഖണ്ഡധാര മിസൈലുകൾ തുടങ്ങിയവ നിരീക്ഷിക്കാനാകും. വൊറോണിഷിന്റെ നിരീക്ഷണ പരിധി 10000 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാകും. എങ്കിലും കൃത്യമായ വിവരങ്ങൾക്ക് പരമാവധി ലംബമായി 8000 കിലോമീറ്ററും തിരശ്ചീനമായി 6000 കിലോമീറ്ററുമാണ് നിരീക്ഷണ പരിധി. ലോകത്തുള്ള ഏത് സെൽഫ് ഫെൻഡർ ജെറ്റുകളെയും കണ്ടെത്താനുള്ള ശക്തമായ റഡാർ സംവിധാനമാണ് വൊറോണിഷ് എന്ന് ഇത് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ റഡാർ സംവിധാനം വാങ്ങുന്നത് കേവലം ഒരു സൈനിക ശക്തി നവീകരിക്കാൻ മാത്രമല്ല, അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണിത്. ഇത്തരം സുപ്രധാന നീക്കങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ നിർണായക സാന്നിധ്യമായ T-72 ടാങ്കുകൾക്കായി റഷ്യയിൽ നിന്നും എഞ്ചിനുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. $240 മില്യൺ കരാറാണ് റഷ്യയിൽ നിന്നും എഞ്ചിനുകൾ വാങ്ങുന്നതിനായി ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യൻ ഫെഡറേഷന്റെ റൊസോബോറനാക്കിസ്പോർട്ടും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും തമ്മിലാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. T-72 ടാങ്കുകൾക്കായി 1000 HP എഞ്ചിനുകൾ വാങ്ങാനാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ പുതിയ കരാർ പ്രകാരം T-72 ടാങ്കുകളുടെ എഞ്ചിന്റെ സാങ്കേതിക വിദ്യ കൈമാറാനും ധാരണയുണ്ട്. തുടർന്ന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നത്. നിലവിൽ റഷ്യയിൽ നിന്നും വാങ്ങുന്ന എഞ്ചിനുകൾ അസംബിൾ ചെയ്യുന്നതിനും തുടർന്നുള്ള ലൈസൻസ് ഉള്ള ഉൽപാദനത്തിനുമായി റൊസോബോറോണൈക്കസ്പോർട്ടിൽ നിന്ന് ചെന്നൈയിലെ ആവടിയിലുള്ള ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിന് സാങ്കേതിക വിദ്യ മാറും എന്നാണ് കരാറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ടാങ്കാണ് T-72. നിലവിൽ 780 HP എഞ്ചിനാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 1000 HP എഞ്ചിനുകൾ സജ്ജമാക്കുന്നത് വഴി ടാങ്കുകൾക്ക് കൂടുതൽ കരുത്ത് പകരാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. നിലവിൽ 2400 T-72 ടാങ്കുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ളത്. നിലവിൽ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ T-72 ടാങ്കുകളാണ് ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത്. ഏത് കാലാവസ്ഥകളിലും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്നതാണ് T-72 ടാങ്കുകൾ. റഷ്യയിൽ നിന്നും ലഭിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 800ഓളം എഞ്ചിനുകൾ ചൈനയിൽ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവിക്ക് കൂടുതൽ കരുത്ത് പകരുന്ന തീരുമാനമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റേതെന്നാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.